ന്യൂ കോൾഡ് വാർ. ബലൂചിസ്ഥാൻ ക്രൈസിസിനെയാണ് ന്യൂ കോൾഡ് വാർ എന്ന് പറയുന്നത്. ഈ ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഭാഗം പാകിസ്ഥാനിലും മറ്റൊരു ഭാഗം ഇറാനിലുമാണുള്ളത്. സോ അവിടെ ഉണ്ടാകുന്ന ഒരു ആവേശം, അതുപോലെ ഓൾറെഡി ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ഒരു രാജ്യം വേണമെന്നും പറഞ്ഞ് അവിടെ ഉണ്ടാക്കുന്ന ഒരു യുദ്ധ ആവേശം, ഇതെല്ലാം എപ്പോഴും ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു ടെൻഷൻ നിറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. സോ അവിടെയുള്ള ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സിന് പാകിസ്ഥാൻ സൈനികർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതും ശ്രദ്ധേയമാണ്. സോ അവിടെ കഴിഞ്ഞ ദിവസം യുദ്ധം വന്നിരുന്നുവെങ്കിൽ ബലോച്ച് വിഭാഗത്തിൽപ്പെട്ടവർ വലിയ അളവിൽ ബാധിക്കപ്പെട്ടേനെ. അതിന്റെ പ്രധാന കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാൻ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുമ്പോൾ ഏകദേശം 959 കിലോമീറ്റർ ആണ്. ഈ 959 കിലോമീറ്ററിലും അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കുന്നത്, രണ്ട് സൈഡും താമസിക്കുന്നത് ബലോച്ച് വംശജരാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി പാർത്തവരെല്ലാം ഇവിടെയാണ് ഉണ്ടായിരിക്കുക. സോ ഇവിടെ ഒരു യുദ്ധം വന്നിരുന്നുവെങ്കിൽ ബലോച്ച് വംശജർ വലിയ രീതിയിൽ ബാധിക്കപ്പെടും. സോ ഒരു യുദ്ധം അവിടെ വരാതിരുന്നെങ്കിൽ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ അവിടെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ സൈന്യം എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു, പാകിസ്ഥാൻ സൈന്യവും തീവ്രവാദികളും എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതാണ്. കാരണം പാകിസ്ഥാൻ സൈന്യം അവരുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പലതരത്തിലുള്ള തീവ്രവാദ സംഘടനകളുണ്ട്. അവർ അവരുടെ ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നു. പക്ഷെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നതെല്ലാം ഒരേ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. പലതരത്തിലുള്ള പല ആവശ്യങ്ങൾക്കായുള്ള പലതരം തീവ്രവാദ സംഘടനകളുണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദനയും. പക്ഷെ ഈ തീവ്രവാദികളെ, ഈ തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാൻ സൈന്യത്തിനോ പാകിസ്ഥാൻ ഭരണകൂടത്തിനോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ഒരു ചെറിയ കമ്പാരിസൺ നോക്കാം, ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി കമ്പാരിസൺ. പാകിസ്ഥാന്റെ ആക്റ്റീവ് മിലിറ്ററി പേഴ്സൺസ് ഏകദേശം 6,54,000 പേരുണ്ടാകും. അതേസമയം ഇറാനിൽ 6,10,000 സൈനികരാണുള്ളത്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ സൈനികരുടെ കണക്കിൽ അധിക വ്യത്യാസമൊന്നുമില്ല. റിസർവ്ഡ് പേഴ്സൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ 5,50,000 പേരാണ്. പക്ഷെ ഇറാനിൽ 6 ലക്ഷം പേർ തയ്യാറായി നിൽക്കുന്നു. ഡിഫൻസ് ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ 17.5 ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവാക്കുന്നു. പക്ഷെ അതേസമയം പാകിസ്ഥാനിൽ 11.4 ബില്യൺ അമേരിക്കൻ ഡോളർ മാത്രമേ ചിലവാക്കുന്നുള്ളൂ. പക്ഷേ ഈ കണക്കുകളെല്ലാം 2021, 2022 കാലഘട്ടത്തിലാണ്. 2022, 2023, അതുപോലെ 2023, 2024 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 11.4 ബില്യൺ അമേരിക്കൻ ഡോളർ എന്നത് ഇനിയും കുറഞ്ഞു പോകും. കാരണം പാകിസ്ഥാന്റെ എക്കണോമി അത്രയ്ക്കും വീക്കായിട്ടാണ് ഉള്ളത്. മതിയായ പണം ഇല്ലാത്തത് കൊണ്ട് മതിയായ ട്രെയിനിങ് അവിടെയുള്ള സൈനികർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നതും അവർക്ക് ആവശ്യമായ യൂണിഫോം പോലും കൃത്യമായി കൊടുക്കാൻ പറ്റുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാന്റെ പക്കൽ 1613 ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതേസമയം പാകിസ്ഥാന്റെ പക്കലോ 3742 എണ്ണമുണ്ട്. ഇറാന്റെ ഡേറ്റ, പൊതുവെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ഡേറ്റ അത്ര പെട്ടെന്ന് പുറത്തു വരില്ല. മെയിൻ സോഴ്സസ് എല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പുറം ലോകം അറിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നങ്ങൾക്കിടവരും. ഇസ്രയേൽ അറിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കും. അതേപോലെ അമേരിക്ക അറിഞ്ഞാലും അത് വലിയ രീതിയിൽ തന്നെ പ്രശ്നമാകും. പുറത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം പുറത്തെടുക്കൂ എന്നൊക്കെയും പറയും. ഇങ്ങനെ ഇവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്, നിരവധി ടണലുകളുമുണ്ട്. അതിനുള്ള കണക്കൊന്നും തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ കാണിച്ചിട്ടില്ല. ആർമോർഡ് ഫൈറ്റിംഗ് വെഹിക്കിൾ എന്നത് പാകിസ്ഥാനിൽ 50,523 ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതേസമയം ഇറാന്റെ പക്കൽ വെറും 5,432 എണ്ണം മാത്രമേ ഉള്ളൂ എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ 752 എണ്ണമുണ്ട്. എന്നാൽ ഇറാന്റെ പക്കൽ 650 എണ്ണമാണ് ഉള്ളത്. അതുപോലെ ടൗഡ് ആർട്ടിലറി പാകിസ്ഥാനിൽ 3,238 എണ്ണവും, പക്ഷേ ഇറാന്റെ പക്കൽ അത് 4,800 ഉണ്ട്. മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം പാകിസ്ഥാനിൽ 602 എണ്ണം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇറാന്റെ പക്കലുള്ളത് 2000 എണ്ണമാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാന്റെ പക്കലുള്ളത് വെറും 331 എണ്ണം മാത്രമാണ്. എന്നാൽ പാകിസ്ഥാന്റെ പക്കൽ 1046 എണ്ണമുണ്ട്. അറ്റാക്ക് ഹെലികോപ്റ്റർ ഇറാന്റെ പക്കൽ 12 എണ്ണവും പാകിസ്ഥാന്റെ പക്കൽ 30 എണ്ണവുമുണ്ട്. ഫ്രിഗേറ്റ്സ് ഇറാന്റെ പക്കൽ 3 എണ്ണവും പാകിസ്ഥാന്റെ പക്കൽ 6 എണ്ണവുമുണ്ട്. അതുപോലെ തന്നെ സബ്മറൈൻസ് ഇറാന്റെ പക്കൽ 23 എണ്ണമാണ് ഉള്ളത്. പാകിസ്ഥാന്റെ പക്കൽ 10 എണ്ണമേ ഉള്ളൂ. ഈ സബ്മറൈൻസ് എന്ന് പറയുമ്പോൾ കടൽ മാർഗമുള്ള യുദ്ധത്തിന് സബ്മറൈൻസ് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇനി എയർക്രാഫ്റ്റ് കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇറാനിലുമില്ല, പാകിസ്ഥാനിലുമില്ല. ഇതല്ലാതെ 190 അണുവായുധ വാർഹെഡ് പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ ഇപ്പോഴും അണുവായുധം പാകിസ്ഥാന്റെ പക്കൽ ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കലുള്ള വളരെ വലിയ ചോദ്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇറാൻ പാകിസ്ഥാൻ
തമ്മിലുള്ള മിലിറ്ററി കമ്പാരിസൺ. ഇറാനെയും പാകിസ്ഥാനെയും കുറിച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഹൂതീസിനെ കുറിച്ച് നോക്കണം. കാരണം ഹൂതീസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇറാൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഹൂതീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റഷ്യ, ചൈന ഇവരുടെ കപ്പൽ റെഡ് സീ വഴി വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഫ്രീ ആയിട്ട് തന്നെ പോകാം, മൂവ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അമേരിക്കയുടെ കപ്പലോ ഇസ്രയേൽ ഓറിയന്റഡ് ആയ കപ്പലോ അതുവഴി വരികയാണെങ്കിൽ തീർച്ചയായും ആക്രമണം നടത്തുമെന്നും പറഞ്ഞ് വലിയൊരു പ്രസ് മീറ്റ് ഒക്കെയും വെച്ച് ഒരു വീഡിയോ ആയി തന്നെ ആ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ആരും ഞങ്ങളെ ഒരു കാര്യത്തിലും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഗാസ ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് തന്നെ തുടരുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ആര് എന്തൊക്കെ തന്നെ പറഞ്ഞാലും റെഡ് സീ ക്രൈസിസ് കുറയാൻ പോകുന്നില്ല, ഇത് തുടരുമെന്ന ഒരു അറിയിപ്പും അവരുടെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. ഗാസ ഭാഗത്തു നിന്നും ഇസ്രയേൽ പിന്മാറുന്നതുവരെ ഞങ്ങളുടെ ആക്രമണം തുടരുമെന്നും പറയുന്നു. സോ നേരിട്ട് അവരുടെ ആക്രമണം നടക്കുമെന്ന് ഹൂതീസ് അറിയിച്ചിരിക്കുകയാണ് എന്ന് പറയാം. സോ UK, അമേരിക്ക എല്ലായിടത്തും വലിയ പ്രഷർ ബിൽഡാകുന്നു. പ്രത്യേകിച്ച് UK, യൂറോപ്പിലൊക്കെയും വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തിനാണെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു റെഡ് സീ ക്രൈസിസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തിൽ എക്കണോമിക് ലോസ് ഉണ്ടാകുന്നു. ട്രേഡിംഗ് സ്ലോ ആയിരിക്കുന്നു, നിരവധി കപ്പലുകൾ സർവീസിൽ ഇല്ലാതെ നിലച്ചുപോയിരിക്കുന്നു. ഇതൊക്കെ വലിയ പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിരവധി പേർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായി കണക്കാക്കാൻ പറ്റില്ല. ചെംറേഞ്ചർ എന്ന അമേരിക്കയുടെ കപ്പൽ ഗൾഫ് ഓഫ് ആദം വഴി വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഹൂതീസ് അറിയിച്ചിരിക്കുന്നു. ഹൂതീസ് സ്ട്രോങ് ആയ ഒരു മെസ്സേജ് തന്നെ പാസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഭാഗത്ത് ഋഷി സുനാക് മുതൽ എല്ലാവർക്കും ഒരു പ്രഷർ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹൂതീസ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്നും അവർ വാശിയോടെ ഇരിക്കുകയാണ്. സോ റഷ്യയുടെയും ചൈനയുടെയും കപ്പൽ റെഡ് സീ വഴി പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇറാൻ പാകിസ്ഥാൻ യുദ്ധമായി മാറാനിരുന്ന പുതിയൊരു യുദ്ധം ആരംഭിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇറാന്റെ സൈനിക ബലവും ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.